ഭാഗത്തിലൊരു അനാസ്ഥയുണ്ടായി, ഒരു വീഴ്ച അതവർ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു വലിയ തിരക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ 8 മണിയോടുകൂടി തന്നെ ആ സൂചന ലഭിച്ചിരുന്നു. കാരണം വലിയ തോതിൽ ജനറൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്നു, ഒപ്പം തന്നെ സ്ലീപ്പർ ടിക്കറ്റുകളുണ്ട്, റിസർവേഷൻ ടിക്കറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഇത്രത്തോളം ആളുകൾ വരുമെന്നുള്ളത് ഏകദേശം നേരത്തെ തന്നെ 8 മണിയോടുകൂടി തന്നെ റെയിൽവേക്ക് വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ഈ പ്ലാറ്റ്ഫോമുകളിൽ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് വേണ്ടത്ര സുരക്ഷയോ റെയിൽവേ പോലീസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരുക്കിയിരുന്നില്ല. ഈ അപകടം ഉണ്ടായത് ഞാൻ പറഞ്ഞു ഏകദേശം 9 മണിയോടുകൂടിയായിരുന്നു. ഈ വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നു. അതിനുശേഷമാണ് വലിയ തോതിൽ പോലീസായാലും റെയിൽവേ പോലീസായാലും ഫയർഫോഴ്സ് ആയാലും NDRF എല്ലാവരും ഇങ്ങോട്ട് ഓടിയെത്തുന്നത്. അതായത് അത്രത്തോളം ഒരു സുരക്ഷ 1 മണിക്കൂർ മുൻപേ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തരം വലിയൊരു ദുരന്തം നമുക്ക് സംഭവിക്കാതെ തടുക്കാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ റെയിൽവേ സ്റ്റേഷനകത്തുണ്ട്. അവരെല്ലാം ഈ അപകടം നടന്ന ഉടനെ തന്നെ പുറത്തേക്ക് ഒഴിപ്പിച്ചു. മാത്രമല്ല ടിക്കറ്റുകൾ നോക്കി പരിശോധിച്ച് ട്രെയിനിൽ കയറാനാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയവരെ മാത്രം അകത്തേക്ക് കയറ്റുന്നു. ട്രാക്കുകളിൽ പ്രധാനമായിട്ടും ഈ അപകടം നടന്ന 14-ാം നമ്പർ പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ റെയിൽവേ പോലീസ് നിലയുറപ്പിച്ചു. ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി ആളുകൾക്ക് സഹായം ഏർപ്പെടുത്തി കൊടുക്കുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് പുറത്തേക്ക് എത്തിച്ചത്. ഈ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരു പക്ഷേ 8 മണിയോടുകൂടി തന്നെ ഇന്നലെ രാത്രി 8 മണിയോടുകൂടി തന്നെ നടത്തിയിരുന്നെങ്കിൽ ഈ 18 പേരുടെ ജീവഹാനി സംഭവിക്കാതെ നമുക്ക് തടുക്കാമായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതായത് ഭരണസിരാ കേന്ദ്രങ്ങൾ കണ്ണുനട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കാവലിരിക്കുന്ന രാജ്യ തലസ്ഥാനത്ത് അതേ അധികാരികളുടെ തന്നെ പിഴവ് കൊണ്ട് വരുത്തി വെച്ചൊരു ദുരന്തം എന്ന് തന്നെ പറയാൻ സാധിക്കും ഈ ന്യൂ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ ദുരന്തം. ഈ ഫെബ്രുവരി 26 തന്നെ കുംഭമേള അവസാനിക്കും. അതുകൊണ്ട് ഒരുപാട് ആളുകൾ, ഈ കോമൺ പബ്ലിക് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ പ്രയാഗ്രാജിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്. അത്തരത്തിൽ പക്ഷേ ട്രെയിനുകൾ കുറവാണ് എന്ന് തന്നെ പറയാം. ഉള്ള ട്രെയിനുകളിൽ തന്നെ വലിയ തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തിരികെ എത്താം. എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്ന് വലിയൊരു അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം 1000-ലധികം ടിക്കറ്റുകൾ വിറ്റുപോകുമ്പോൾ സ്വാഭാവികമായും തിരക്ക് നിയന്ത്രിക്കാനുള്ള നീക്കങ്ങളും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. അതിന്റെ ഫലം തന്നെയാണ് ഈ ഒരു 18 മരണത്തിൽ എത്തിച്ചത് എന്നുള്ള കാര്യമാണ് അർജുൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആളുകൾ തിരക്കുകയാണ്. ടിക്കറ്റിനായിട്ടുള്ള ഒരു തിരക്കാണ് ആളുകൾ കൂട്ടുന്നത്. ഈ ഒരു സാഹചര്യത്തിലെങ്കിലും റെയിൽവേക്ക് കൃത്യമായ നീക്കുപോക്കുകൾ നടത്തിയിരുന്നുവെങ്കിൽ ഈ ഒരു വൻ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആളുകൾ വലിയ രീതിയിലാണ് തിരക്ക് കൂട്ടുന്നത്. ടിക്കറ്റ് വാങ്ങാനായി പ്ലാറ്റ്ഫോമിലടക്കം ആളുകൾ കുത്തിയിരിക്കുന്നുണ്ട്. ടിക്കറ്റിന് വലിയൊരു ക്യൂ കാണുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ റെയിൽവേ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച വ്യക്തമാവുകയാണ്. കാരണം ഇത്രയേറെ ടിക്കറ്റുകൾ വിറ്റുപോകുമ്പോൾ സ്വാഭാവികമായും നടപടികൾ എടുക്കേണ്ടതായിരുന്നു, മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതായിരുന്നു. ഈ ഒരു അപകടം ഉണ്ടായ ശേഷം ഇത്രയും പേരെ വളരെ പെട്ടെന്ന് ഒഴിപ്പിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നു. ഇത് മുൻകൂട്ടി ചെയ്തിരുന്നുവെങ്കിൽ ഈ 18 പേരുടെ മരണം സംഭവിക്കില്ലായിരുന്നു. കുംഭമേളയ്ക്ക് പങ്കെടുക്കാനായി പ്രത്യേക സർവീസുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ആ ട്രെയിനുകൾ വൈകി ഓടുന്നു. 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഈ ട്രെയിൻ എത്തുന്നു എന്നൊരു വിവരം ലഭിക്കുന്നതോടുകൂടിയാണ് ഇത്രയേറെ ആളുകൾ തിക്കി ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. പലരും കുഴഞ്ഞു വീഴുകയായിരുന്നു. ശ്വാസമുട്ടൽ സ്വാഭാവികമായും അത്രയേറെ തിരക്കാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഗോവണികളിൽ എല്ലാം ആളുകൾ തിങ്ങി കൂടി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. ഇത്രയേറെ തിരക്ക് കാണുമ്പോൾ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ ആ ക്യൂകളിലുണ്ട്.
ഇത്രയേറെ തിരക്ക് കാണുമ്പോൾ ഒരു മുന്നൊരുക്കം, ഒരു മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിന്റെ അനാസ്ഥ തന്നെയാണ്, വീഴ്ച തന്നെയാണ് ഈ ഒരു അപകടത്തിന് പിന്നിൽ എന്ന കാര്യം വ്യക്തമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആളുകൾ ടിക്കറ്റിനായി ഒരാളുടെ മീതെ കയറി നിൽക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള തിരക്കാണ് കാണുന്നത്. കാരണം അത്രമാത്രം ഇടുങ്ങിയ ഒരു ക്യൂ ആണ്. ഈ ക്യൂവിൽ ആളുകൾ ടിക്കറ്റ് വാങ്ങാൻ തിരക്ക് കൂട്ടുന്നു. സ്വാഭാവികമായും ട്രെയിൻ എത്തുന്നു. ആ സമയത്ത് എല്ലാവരും ഇരച്ചുകൂടി ട്രെയിനിലേക്ക് കടക്കാനായി ശ്രമിക്കുന്നു. അങ്ങനെ അപകടമുണ്ടാകുന്നു. പലരും വീഴുന്നു. ഒരാളുടെ മീതെ മറ്റൊരാൾ വീഴുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നു. പലരും കുഴഞ്ഞു വീഴുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ വലിയൊരു ദുരന്തം തന്നെയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായത്. ആളുകൾ വലിയ രീതിയിലാണ് തിരക്ക് കൂടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ ഒരു അപകടമുണ്ടാകുന്നതിന് മുൻപ് ഈ തിരക്ക് നിയന്ത്രിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ ഈ ഒരു വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. നമുക്ക് അർജുനിലേക്ക് ഒരിക്കൽ കൂടി പോകാം. അർജുൻ, 18 പേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പരിക്കേറ്റ ആളുകളുടെ സ്ഥിതി എങ്ങനെയാണ്? ഗുരുതരമായ അവസ്ഥയിൽ ആരെങ്കിലും തുടരുന്നുണ്ടോ? തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഒരു 10ഓളം ആളുകൾ മാത്രമാണ് നിലവിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നിലവിൽ ആശുപത്രി അധികൃതരുമായിട്ട് അന്വേഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ മറ്റുള്ളവർ ഏകദേശം 35-40ഓളം ആളുകൾ ഇപ്പോഴും മരണത്തോട് മല്ലിട്ട് തന്നെയാണ് ഈ 2 ആശുപത്രികളിൽ, ഒന്ന് LNJP അതുപോലെ തന്നെ ലേഡി ഹാർഡിംഗ്, ഈ 2 ആശുപത്രികളിൽ ഇപ്പോഴുള്ളത്. പക്ഷേ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 ആശുപത്രികളുടെ കാര്യം പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ ബാരിക്കേഡുകളെല്ലാം കെട്ടി മാധ്യമങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഒന്നും തന്നെ, അതായത് പ്രധാനപ്പെട്ട നേതാക്കൾക്കും ഡോക്ടർമാർക്കും ഒഴികെ മറ്റാർക്കും അകത്തേക്ക് കയറി ഈ പരിക്കേറ്റവരെ, ചികിത്സയിലുള്ളവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെ നടത്തിയിരിക്കുന്നു. അതിനടക്കം വലിയ ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ട്. എന്തുകൊണ്ട് ബന്ധുക്കളെ അടക്കം ആളുകളെ അകത്തേക്ക് കയറ്റുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 2 ആശുപത്രികളാണ്. ഈ 2 ആശുപത്രികളും വലിയ രീതിയിലുള്ള ബന്ധവസ്താണ് നിലവിലുള്ളത്. അതായത് പോലീസും അധികാരികളും വന്ന് ബാരിക്കേഡുകൾ വെച്ച് വലിയ രീതിയിൽ അവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ തന്നെയാണ് ഈ അപകടമുണ്ടായത്. പ്ലാറ്റ്ഫോം നമ്പർ 14 തൊട്ടപ്പുറത്ത് 13ഉം 12ഉം ഉണ്ട്. 2 ട്രെയിനുകൾ, അത് പ്രയാഗ്രാജ് റൂട്ട് വഴി പോകുന്ന ട്രെയിനുകളാണ്. ആ 2 ട്രെയിനുകൾ വരാൻ 1 മണിക്കൂറിലധികം സമയം വൈകുന്നു. പിന്നാലെ ഒരു പ്രത്യേക ട്രെയിൻ പ്രയാഗ്രാജിലേക്ക് മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്ന തീർത്ഥാടകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ ട്രെയിൻ പ്രധാനമായിട്ടും പ്രത്യേകമായി സജ്ജീകരിച്ച ട്രെയിൻ ഇവിടേക്ക് എത്തുകയായിരുന്നു. എത്തിയതിന് പിന്നാലെ 4 പ്ലാറ്റ്ഫോമിലുള്ള ജനങ്ങളാണ് ഓടിക്കൂടി, അതായത് പല ഗോവണികൾ വഴിയെല്ലാം തന്നെ ഇറങ്ങി വന്ന് ഓടി ഇവിടേക്ക് ഈ 14 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. അത് വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ വഴിവെച്ചു. പലരും ട്രെയിനിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെ ഈ അരികിൽ വീണു. അവരുടെ മുകളിലേക്ക് മറ്റുള്ളവർ ചവിട്ടിക്കയറി. ഒപ്പം തന്നെ ഗോവണിയിലടക്കം പലരും അടിതെറ്റി കാലിതെറ്റി വഴുതി വീഴുന്നു. അവരുടെ മുകളിലൂടെ മറ്റുള്ളവരും എടുത്തു ചാടി കയറുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ട്രെയിനിലേക്ക് എല്ലാവർക്കും കയറാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. അതായത് ഒരു തരത്തിലും സീറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു ആരോപണം പല ദിവസങ്ങളിലായിട്ട് കാണുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളും മുന്നോട്ട് വരികയാണ്. അതായത് പ്രയാഗ്രാജിലേക്ക് പോകുന്ന പല ട്രെയിനുകളും ഫുള്ളാണ്. അതിൽ സീറ്റ് കിട്ടാത്തൊരവസ്ഥ, അകത്തേക്ക് പോലും കയറാൻ പറ്റാത്തൊരവസ്ഥ. ആ ഭയമാണ് മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലുള്ള ആളുകളെ ഇവിടേക്ക് 14 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചത്. 1500 ജനറൽ ടിക്കറ്റ് മാത്രമുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി 14 പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയായിരുന്നു. മറ്റ് സ്ലീപ്പർ ടിക്കറ്റ് ഉള്ളവരും അതുപോലെ റിസർവേഷൻ ടിക്കറ്റ് ഉള്ളവരും എല്ലാവരും ഈ 14ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. അത് പിന്നീട് വഴിവെച്ചത് വലിയ ദുരന്തത്തിലേക്ക് 14 നമ്പർ പ്ലാറ്റ്ഫോമിൽ. പക്ഷേ ഈ തിരക്ക് നിയന്ത്രിക്കാനോ അവരെ മാറ്റി മറ്റൊരിടത്തേക്ക് നിർത്താനോ റെയിൽവേ പോലീസ് പോയിട്ട് ഒരു അധികാരികളും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് റെയിൽവേ അതോറിറ്റിയുടെ അടക്കം ഭാഗത്തു നിന്നും നിലവിൽ ലഭിച്ചിരിക്കുന്ന വിശദീകരണം. അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി, അങ്ങനെ ഒരു പിഴവ് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വിശദമായിട്ടുള്ള അന്വേഷണം, ഉന്നതതല അന്വേഷണം ഉണ്ടാകും. അത് പല തലങ്ങളിലാണ്. അതായത് ഒന്നാമത്തേത് റെയിൽവേ അതോറിറ്റി തന്നെ, റെയിൽവേ മന്ത്രാലയം തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം ചീഫ് സെക്രട്ടറിയുടെ ഇവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അത്തരത്തിൽ പല തലത്തിലുള്ള അന്വേഷണമാണ് നിലവിൽ ഈ ദുരന്തത്തിൽ ഡൽഹിയിൽ അർജുൻ, ഈ പ്രയാഗ്രാജിലേക്ക് പോകാനായി സ്പെഷ്യൽ
സർവീസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ട്രെയിനുകൾ വൈകി ഓടി അതിനുശേഷമാണ് ഈ 14 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഈ ട്രെയിൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും റെയിൽവേ മുന്നോട്ട് വെക്കുന്ന, അതായത് സർവീസുകൾ ഉണ്ട്, ആളുകൾ സ്പെഷ്യൽ സർവീസുകൾ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിനെ ഖണ്ഡിക്കുന്ന തരത്തിലല്ലേ ഈ കാര്യങ്ങൾ സംഭവിച്ചത് ഇന്നലെ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ അപകടം നടന്നതിന് പിന്നാലെ 4 പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചു. ഈ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി 4 പ്രത്യേക ട്രെയിനുകൾ പ്രയാഗ്രാജിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം അനുവദിച്ചിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം ഈ തിരക്ക് നിയന്ത്രിച്ച് റെയിൽവേ പോലീസ് ഇടപെട്ട് അവരെ ട്രെയിനിൽ കയറ്റി കൊണ്ടുപോയത്. നോക്കൂ, 2 ട്രെയിനുകൾ വൈകുന്നു. അത് ഈ പ്രയാഗ്രാജ് റൂട്ട് വഴി പോകുന്നതാണ്. മൂന്നാമത്തേതൊരു പ്രത്യേക ട്രെയിൻ പ്രയാഗ്രാജിലേക്ക് തന്നെ, പ്രയാഗ്രാജ് എക്സ്പ്രസ് എന്ന പേരുള്ള ട്രെയിൻ ഈ തീർത്ഥാടകർക്ക് വേണ്ടി തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 18 ആയിരിക്കുന്നത്. ഈ സ്പെഷ്യൽ ട്രെയിനുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അത് വൈകിയോടുന്നു. പ്രയാഗ്രാജ് വഴി പോകുന്ന ട്രെയിനുകളായിരുന്നു വരേണ്ടിയിരുന്നത്. ആ സമയത്ത് 14 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ എത്തുമ്പോൾ ആളുകൾ 12-ലും 13-ലും നിന്ന ആളുകൾ എല്ലാവരും കൂടി തിരക്കിയാണ് ഈ 14 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. അത് ഈ ദുരന്തത്തിന് വലിയൊരു ആക്കം കൂട്ടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം യാത്രക്കാർ കൂട്ടത്തോടെ എത്തിയത്, സ്വാഭാവികമായും ട്രെയിനുകൾ ആ സമയത്ത് വൈകിയായിരുന്നു ഓടിയിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ട്രെയിൻ എത്തിയെന്ന് കേൾക്കുമ്പോൾ ആളുകൾ കൂട്ടത്തോടെ ഇവിടേക്ക് ഓടിയെത്തുന്നു. ഒന്നിനു പുറകെ ഒന്നായി ആളുകൾ വീഴുന്നു. ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. പലരും ബോധരഹിതരാകുന്നു. ഇങ്ങനെയാണ് അപകടത്തിന്റെ ആഘാതം വളരെ വലുതായത്. ഇപ്പോൾ 18 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ അപകടത്തിൽപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ് അർജുൻ റിപ്പോർട്ട് ചെയ്തത്. കുട്ടികളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രയാഗ്രാജിലേക്ക് പോകാൻ വലിയ തിരക്കാണ് ഉണ്ടാകുന്നത് സ്വാഭാവികമായും. എന്തായാലും ഈ ഒരു ദുരന്തത്തിന് ശേഷം 4 പ്രത്യേക ട്രെയിനുകൾ കൂടി ഏർപ്പെടുത്തി എന്നുള്ളതാണ് അർജുൻ റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ അതേപോലെ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വൻ ദുരന്തം തന്നെയായിരുന്നു.